പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ആഗതമായാൽ ഉയർന്നു കേൾക്കുന്ന ചില ചോദ്യങ്ങളാണ്. സ്വഹാബത്ത് നബിദിനം ആഘോഷിച്ചിരുന്നോ? മൗലൂദ് ഓതിയിരുന്നോ? ഘോഷയാത്ര നടത്തിയിരുന്നോ? യഥാർത്ഥത്തിൽ ഈ ചോദ്യം സ്വഹാബത്തിന് അള്ളാഹുവിൻ്റെ റസൂലുമായുള്ള ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കാത്തവരുടെ വിവരക്കേട് മാത്രമാണ്. ജീവിതത്തിലും മരണത്തിലും മരണാനന്തര ജീവിതത്തിലും എപ്പോഴും മുത്ത് റസൂലിൻ്റെ പൂർണ്ണ സാന്നിധ്യം കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തവരായിരുന്നു സ്വഹാബത്ത്. അവരുടെ ഏറ്റവും വലിയ ആഘോഷം ആ തിരുവദനത്തിൻ്റെ ദർശനവും അവിടത്തോട് എപ്പോഴുമുള്ള സഹവാസവുമായിരുന്നു. പിന്നെ അവർക്ക് നബിദിനം ആഘോഷിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? ഒരു സ്ഥലത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ കാണുവാനും സഹവസിക്കുവാനുമുള്ള അവസരമുണ്ടെന്നറിഞ്ഞാൽ പോകാൻ സാധിക്കുന്ന ആരെങ്കിലും ആ മഹത്തായ സൗഭാഗ്യം നഷ്ടപ്പെടുത്തി ഘോഷയാത്രയ്ക്കൊരുങ്ങുമോ? ബുദ്ധിയുള്ള ആരും അപ്രകാരം ചെയ്യുമെന്ന് കരുതാൻ നമുക്ക് വയ്യ. ഒരു സംഭവം ഇപ്രകാരമാണ്. ജാഅ റജുലുൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് വല്ലാഹി ഇന്നക ല അഹബ്ബ ഇലയ്യ മിൻ നഫ്സി വ ഇന്നക ല അഹബ്ബ ഇലയ്യ മിൻ അഹ്ലി വ ഇന്നക ല അഹബ്ബ ഇലയ്യ മിൻ വലദി. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അള്ളാഹുവാണ് സത്യം. തീർച്ചയായും എൻ്റെ ശരീരത്തെക്കാളും കുടുംബത്തെക്കാളും സന്താനങ്ങളെക്കാളും താങ്കളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. വ ഇന്നീല അക്കൂന ഫിൽ ബൈത്തി അതുക്കുറുക്ക ഫമാ അസ്ബിറു ഹത്ത ആത്തീക്ക വല അൻദുറു ഇലൈക്ക. ഞാൻ വീട്ടിലായാൽ എപ്പോഴും താങ്കളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. താങ്കളിലേക്ക് വരാതിരിക്കാനും താങ്കളെ കാണാതിരിക്കാനും എനിക്ക് കഴിയില്ല നബിയെ. വൈദാ ദക്കർതു മൗതി വ മൗതക അറഫ്തു അന്നക ഇദാ ദഖൽതൽ ജന്നത റുഫിഅത് മഅൻ നബിയിൻ. എൻ്റെ മരണത്തെക്കുറിച്ചും താങ്കളുടെ മരണത്തെക്കുറിച്ചും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. താങ്കൾ മരണശേഷം സ്വർഗത്തിലെത്തിയാൽ നബിമാരോടൊപ്പം ഉയർന്ന സ്ഥാനത്തായിരിക്കുമല്ലോ. വ ഇന്നി ഇദാ ദഖൽതുൽ ജന്നത ഖശീതു അല്ല അറാക. ഞാൻ സ്വർഗത്തിൽ കടന്നാൽ താങ്കളെ കാണാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഫലം യറുദ്ദ അലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്ത നസല ജിബ്രീലു ബിഹാദിഹില്ലായ. ഈ ആയത്തുമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവതരിക്കുവോളം അള്ളാഹുവിൻ്റെ റസൂൽ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ശേഷം അവിടുന്ന് ഓതിക്കേൾപ്പിച്ചു, വമൻ യുതിഇല്ലാഹ വർ റസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖ. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചവർ, അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരോടൊപ്പമായിരിക്കും. അവരത്രയും മികച്ച മിത്രങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്തത സഹചാരിയും ഒന്നാമത്തെ ഖലീഫയുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ചോദിച്ചു, മാദാ ഹുബ്ബിബ ഇലൈക മിൻ ദുനിയൻ നാസി യാ അബൂബക്കർ. ഏ അബൂബക്കറെ, ഈ ജനങ്ങളുടെ ദുനിയാവിൽ നിന്ന് നിനക്ക് ഏറ്റവും ഇഷ്ടകരമായ കാര്യമെന്താണ്? അദ്ദേഹം പറഞ്ഞു, അൻ നളുറത്തു ഇലൈക വൽ ജുലൂസു ബൈന യദൈക വ ഇൻഫാഖു മാലി ലദൈക. അങ്ങയെ കാണലും അങ്ങയുടെ മുന്നിൽ ഇരിക്കലും അവിടത്തേക്ക് വേണ്ടി എൻ്റെ ധനം ചിലവഴിക്കലുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടകരമായ കാര്യം. അള്ളാഹുവിൻ്റെ റസൂൽ എന്ന മഹത്തായ അനുഗ്രഹത്തെ സ്വഹാബത്ത് ആഘോഷമാക്കിയത് ഈ നിലക്കായിരുന്നു. എന്നാൽ ആ റസൂലിനെ കാണാൻ സൗഭാഗ്യം കിട്ടാത്ത നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ പുകഴ്ത്തിക്കൊണ്ടും വാഴ്ത്തിക്കൊണ്ടും ആ സൗഭാഗ്യം നേടാൻ ശ്രമിക്കാം. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.